നമസ്കാരം. ഇന്നലെയൊക്കെ ഒത്തിരിയധികം ആളുകൾ അയച്ചു തന്ന ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ്. അത് ഇന്നലെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ സെൻസിറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 2-3 പക്ഷത്തായിട്ട് ആളുകൾ നിൽപ്പുണ്ട്. ഇതുപോലുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വെറുതെ ഹെയ്റ്റ് വാങ്ങിയെടുക്കാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നാറില്ല പലപ്പോഴും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് 1-2 സിറ്റുവേഷൻസിനെ പരിചയപ്പെടുത്താം. നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ, പണ്ട് എന്ന് ഞാൻ പറയുന്നത് ഞാൻ കണ്ട പണ്ട്, ഇപ്പോൾ നാട്ടിൻപുറത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നാട്ടിൻപുറങ്ങളിലെ വീടുകളിലൊക്കെ 3-4 ജീവികളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 2 ജീവി എന്താണെങ്കിലും ഉണ്ടാവും. ഒരു പശുവോ ഒരു ആടോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഈ പശുവിനും ആടിനും ഒന്നും അതിൻ്റെ ആ ഒരു ടെറിട്ടറി, ഉടമസ്ഥൻ്റെ സ്ഥലത്തിൻ്റെ അളവിനെ കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ബോധമൊന്നുമില്ല. പച്ചില എവിടെ കണ്ടാലും അത് അങ്ങടേക്ക് പോകും. ഇത് നമ്മളുടെ പരിധി വിട്ടിട്ട്, നമ്മളുടെ കെട്ട് പൊട്ടിച്ചിട്ട്, നമ്മളുടെ കൂട്ടിൽ നിന്നൊക്കെ ഓടി അപ്പുറത്തെ പറമ്പിലേക്കൊക്കെ പോകും. അവരുടെ പറമ്പിലേക്ക് പോകുന്നു, അവിടുത്തെ വീട്ടിൽ ഏതെങ്കിലും ചെടി തിന്നുന്നു, പച്ചക്കറി തിന്നുന്നു, ഭയങ്കര വിഷയവും. ആ ഒരു വീട്ടുകാർ, ചെടി നഷ്ടപ്പെട്ട, പച്ചക്കറി നഷ്ടപ്പെട്ട ആ ഒരു വീട്ടുകാർ ദേഷ്യത്തിലോ നീരസത്തിലോ ഈ മൃഗത്തിൻ്റെ ഉടമസ്ഥനോട് സംസാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്ന ഒരു രീതിയാണ്, ആ ഒരു മൃഗത്തെ അവരുടെ മുൻപിലിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് തല്ലും, നല്ല അടി വെച്ചിട്ട് കൊടുക്കും. എന്തിനാണ് ആ ഒരു അടി കൊടുക്കുന്നത്? ആ ഒരു അടി കാണുന്ന സമയത്ത് ആരാണോ ദേഷ്യപ്പെട്ടെ അയാളുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിയും. അത് ഒന്നാമത്തെ ഒരു റീസൺ. രണ്ടാമതായിട്ട് ഈ അടിക്കുന്ന ആളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഉടമ മനോഭാവമാണ്. എക്സ്ട്രീം പൊസസീവ്നെസ്സിൻ്റെയൊക്കെ ഒരു വകഭേദമാണ്. മൃഗങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് ഉടമ മനോഭാവമാണ്. അപ്പോൾ അവർ അതിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ അധീനതയിൽ നിന്ന് വിട്ടുപോയ നീ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, നല്ല അടി നീ കൊള്ളുക. അതേപോലെ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ കാണിക്കുന്നത്, ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവനെ ഞാൻ വെച്ചേക്കത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു ജന്തുവിനെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയുന്ന ആ ഒരു ഉടമ മനോഭാവമാണ്. അത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഉടമ മനോഭാവമാണ്. ഇതൊരു സിറ്റുവേഷൻ. ഇനി രണ്ടാമതൊരു സിറ്റുവേഷൻ ഉണ്ട്. ചില അഭിമാനികളായിട്ടുള്ള മാതാപിതാക്കളുണ്ട്. അഭിമാനികളായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾ അഭിമാനമൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും അതുങ്ങൾക്ക് എന്തെങ്കിലും പഠന വൈകല്യമോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇത്തിരിയൊക്കെ ഉഴപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മാർക്ക് കുറയും, ബാക്കിയുള്ള കുട്ടികളെക്കാളും മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള പെർഫോമൻസിൽ നിന്ന് താഴുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ അഭിമാനികളായിട്ടുള്ള മാതാപിതാക്കളെ ചിലപ്പോൾ അധ്യാപകർ സ്കൂളിലേക്കൊക്കെ ഒന്ന് വിളിപ്പിക്കും. അപ്പോൾ അഭിമാനികൾ എന്ത് ചെയ്യും? ആ അധ്യാപകരുടെ മുന്നിലിട്ടിട്ടോ അല്ലെങ്കിൽ സഹപാഠികളുടെ മുന്നിലിട്ടിട്ടോ ഈ കുട്ടികളെ നല്ല മോശമായിട്ട് ശകാരിക്കും, ചിലപ്പോൾ അടിക്കുക വരെ ചെയ്യും. മുന്നേ കണ്ട ഒരു സിറ്റുവേഷനുമായിട്ട് ഏകദേശം യോജിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എക്സ്ട്രീം ആയിട്ടുള്ള ഉടമ മനോഭാവം. എങ്ങനെ എൻ്റെ കുട്ടി മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നില്ല, അവൻ്റെ വിചാരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ ബിഹേവ് ചെയ്യുന്നു. ഒരാൾ എന്നിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മകനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ഔട്ട്പുട്ട് ഈ ഒരു റോബോട്ട് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് അവനെ ശകാരിക്കുന്നു, അടിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് ആകെ മൊത്തത്തിൽ ഡൗൺ ആയിട്ടുള്ള പല കുട്ടികളും സൂയിസൈഡ് പോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്ട്രീം ആയിട്ടുള്ള ഉടമ മനോഭാവമാണ്. പൊസസീവ്നെസ്സിൻ്റെ ഏറ്റവും അങ്ങേയറ്റം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കൊച്ചു കുട്ടികളാണെങ്കിലും മുതിർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ കുരുത്തക്കേടുകൾ കാണിക്കും. ചെറുതോ വലുതോ ആദ്യമായിട്ടൊക്കെ ഒരു കുരുത്തക്കേടൊക്കെ ചിലപ്പോൾ പിള്ളേർ കാണിക്കും. ഈ ഒരു സിറ്റുവേഷനിലും ഇങ്ങനെ പബ്ലിക്കായിട്ട് മകനെയോ അല്ലെങ്കിൽ മകളെയോ ശകാരിക്കാനായിട്ട് മർദ്ദിക്കാനായിട്ട് മാതാപിതാക്കൾ മുന്നിലേക്ക് വരാറുണ്ട്. അതിൽ കൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മകനോ മകളോ ആ ഒരു അടി കൊണ്ട് അത് തിരുത്തുമെന്നുള്ളതാണോ? അല്ല, ബാക്കിയുള്ള ആളുകളുടെ മുൻപിൽ ആ ഒരു ഉടമ മനോഭാവം കാണിക്കുന്നതാണ്. എക്സ്ട്രീം ആയിട്ടുള്ള ഉടമ മനോഭാവം കാണിക്കുന്നതാണ്. എൻ്റെ കുട്ടിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, അത് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇവനെ മർദ്ദിക്കുന്നു, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പബ്ലിക്കിന് എന്തോ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇതൊന്നും പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യേണ്ട രീതികളല്ല. ഈ എക്സ്ട്രീം ഉടമ മനോഭാവം എന്ന് പറയുന്നത് കേരളത്തിലെ മാതാപിതാക്കളുടെ മെയിനായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് എല്ലാത്തിനോടും ഒരു ഉടമ മനോഭാവമാണ്. അത് മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഉടമ മനോഭാവമാണ്. അതിൻ്റെ ടെറിട്ടറി ഭേദിക്കരുത്, അത് അപ്പുറത്തെ പറമ്പിൽ പോയി പച്ചില തിന്നരുത്, സ്കൂളിൽ പോകുന്ന സമയത്ത് മുട്ടായി വാങ്ങരുത്, ഒരു പ്രായമാവുന്ന സമയത്ത് അത് വേറൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നോക്കരുത്, പ്രണയം ഉണ്ടാവരുത്. ഉടമ മനോഭാവത്തിൽ അങ്ങനെയാണല്ലോ. അടിമകൾക്ക് എന്ത് വിചാരം. അതേപോലെ തന്നെ ഈ ഉടമകളുടെ സംസ്ഥാന സമ്മേളനമാണ് പലപ്പോഴും ഒരു സദാചാര സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ സദാചാര സമൂഹത്തിൽ ഉടമകൾ ഇങ്ങനെ വിഹരിച്ച് നടക്കും. അവർ പല പാർട്ടിക്കാരായിരിക്കും, സംസ്കാര സമ്പന്നരായിരിക്കും. ഉടമകൾ ഇങ്ങനെ വിഹരിച്ച് നടക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലുമൊക്കെ ഉടമകളുടെ അടിമകൾ കുഞ്ഞുങ്ങൾ വഴിയിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണും. പ്രായത്തിൻ്റെതായിട്ടുള്ള ടെറിട്ടറി ഭേദിക്കലുകൾ ഉണ്ടാവും, പിള്ളേരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള സംഗതികളുണ്ടായിരിക്കും. അപ്പം ഈ ടെറിട്ടറി ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ അതുങ്ങൾ പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകുന്നത് കാണാം. അപ്പോഴാണ് ചൂലെടുത്തിട്ട് കൊണ്ടുപോടാൻ നിന്റെ മൃഗത്തെ അല്ലെങ്കിൽ കൊണ്ടുപോടാൻ നിന്റെ ജീവിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും.
ഞങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനെ കാണരുത്, ഇതുങ്ങളൊന്നും മനുഷ്യന്മാരായിട്ട് ഇവർ അംഗീകരിക്കത്തില്ല. ഈ ഒരു അടിമ ഉടമ മനോഭാവം കാരണമാണ് പല കുട്ടികളും അവരുടെ പേരൻസിനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ കണിക അങ്ങോട്ട് വിട്ടിട്ട് പേടിച്ചിട്ട് റെസ്പെക്ട് ചെയ്യുന്നത്. പേടിച്ചിട്ട് റെസ്പെക്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്നാണെന്നറിയോ? പേടി എന്ന് പറയുന്നത് മനുഷ്യൻ എപ്പോഴും മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ആരും ഇഷ്ടപ്പെടുന്നില്ല പേടിച്ച് ജീവിക്കാൻ വേണ്ടി. നമ്മളെല്ലാവരും പേടി എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നാളെ ഇവൻ ഫുൾ ആർജവം എടുത്തിട്ട് ആ പേടി അങ്ങോട്ട് ഒഴിവാക്കി, മാതാപിതാക്കളോടുള്ള ആ ഒരു പേടി അങ്ങ് ഒഴിവാക്കി. അവന് മനസ്സിലായി ഇത് ഇത്ര വരാനുള്ളൂ എന്ന് അവന് മനസ്സിലായി. അപ്പോൾ സ്നേഹത്തിൻ്റെ കണിക അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, പേടി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ മാതാപിതാക്കളൊന്നും അനുസരിക്കത്തൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് പകയോ വല്ലതും രൂപപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള സംഗതികൾ ചെയ്യുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തും. അങ്ങനെ പല ക്രൈമിലേക്കും പോകുന്ന കുട്ടികളുണ്ട്. ഒരു ഭൂരിപക്ഷം കേസിലും നമ്മുടെ നാട്ടിൽ വളരെ യങ്ങായിട്ടുള്ള ടീനേജിലുള്ള ആൾക്കാർ ഡ്രഗ് അബ്യൂസ്, അതേപോലെ തന്നെ ക്രൈമുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മുടെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്ന ആളുകളുടെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പേരൻറ്റിങ്ങിന് വലിയൊരു സ്വാധീനമുണ്ട്. ഇനി നമ്മുടെ വാർത്തയിലേക്ക് വരാം. കൊല്ലത്ത് മകൾ ആൺസുഹൃത്തിനൊപ്പം പോയി മാതാപിതാക്കൾ ജീവനൊടുക്കി. കൊല്ലത്ത് മകൾ ആൺസുഹൃത്തിനൊപ്പം പോയി മാതാപിതാക്കൾ ജീവനൊടുക്കി. ധീര രക്തസാക്ഷികൾ, ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ചു എന്നൊക്കെ ഉള്ളതാണ് മെയിനായിട്ടുള്ള കമൻറ്റുകൾ. അതേപോലെ തന്നെ മറ്റൊരു പ്രാക്കുണ്ട്, അവൾ ജീവിതകാലം മുഴുവൻ നീറി നരകിച്ച് ജീവിക്കും. വലിയ സാധ്യതയൊന്നുമില്ല. സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൺസുഹൃത്തിനൊപ്പം പോയി ഒരാൾ ഒളിച്ചോടുന്നപ്പോഴാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺപിള്ളേർ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് അച്ഛനും അമ്മയ്ക്കും കുറച്ച് അഭിമാനശത ഉണ്ടാക്കിയേക്കാം, രാവിലെ അങ്ങോട്ട് പോയേക്കാം എന്ന് വിചാരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല. വളരെ കാലത്തോളം അവർ ഫൈറ്റ് ചെയ്ത് ആകെ മൊത്തത്തിൽ പണ്ടാരമൊക്കെ അടങ്ങുന്ന സമയത്താണ് ഒരു 99% കേസിലും ഈ ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്ക് എന്നീ പരിപാടികളൊക്കെ നടക്കുന്നത്. പിന്നീട് ചില കേസുകളുണ്ട്, അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പറയാൻ പേടിയാണ്, പറയാൻ ഉള്ള സാഹചര്യമില്ല, അച്ഛനോടും അമ്മയോടും പറയാൻ പേടിയാണ്. അത് അഭിമുഖീകരിക്കാൻ വയ്യാത്തതുകൊണ്ട് ചില ആളുകൾ പേടിയോടെ ഒളിച്ചോടി പോകും. ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ള സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാണ്. അടിമ ഉടമ മനോഭാവം, ഉടമയെ ഭയങ്കര പേടിയാണ്. ഈ പേടി കൊണ്ട് ഒരു പേരൻറ്റിങ്ങിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ഈ പേടിപ്പിച്ച് നിങ്ങൾ ഒരാളെ വളർത്തി കഴിഞ്ഞ് അവരിറങ്ങിപ്പോയിട്ട് ആത്മഹത്യ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ധീര രക്തസാക്ഷികളെ എന്നൊക്കെ നാട്ടുകാരെ വിളിക്കും, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അച്ഛനും അമ്മയും ഇങ്ങനെ ആത്മഹത്യ ചെയ്തതുകൊണ്ട് മകൾ ആജീവനാന്തം നീറ് ജീവിക്കും, അവർക്ക് ശാപം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ശാപമൊന്നും വർക്കായിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ കർമ്മ ശാപം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വർക്കായെന്നുള്ളതിന് തെളിവൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. പിന്നെ വീട്ടുകാരുടെ വാക്കൊക്കെ കേട്ടിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മികച്ച ജീവിതം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. ഈ ലൈഫ് എന്ന് പറയുന്നത് എടുക്കുന്ന ഡിസിഷൻ ഇപ്പോൾ ആരെടുത്ത് പാളിപ്പോയാലും അനുഭവിക്കേണ്ടി വരിക അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. സ്വന്തം ഡിസിഷൻ എടുത്തിട്ട് വിവാഹം കഴിക്കുന്ന ആളുകൾക്കിടയിലും വിവാഹമോചനങ്ങൾ വരാറുണ്ട്. വിവാഹമോചനം എന്ന് പറയുന്നത് ഒരിക്കലും പ്രശ്നമുള്ള സംഗതിയല്ല കേട്ടോ. വലിയ ഗാർഹിക പീഡനങ്ങൾ വരാറുണ്ട്, മരണങ്ങൾ സംഭവിക്കാറുണ്ട്. വീട്ടുകാർ സമ്മതിച്ചിട്ട് വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ വിവാഹം കഴിച്ചിട്ടുള്ള ആളുകൾക്കിടയിലും ഇതൊക്കെ ധാരാളമായിട്ട് വരാറുണ്ട്. സ്ത്രീധന പീഡനങ്ങൾ, മരണങ്ങൾ, എന്ത് ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ വരാറുണ്ട്. ഇത് എടുക്കുന്ന ഡിസിഷൻ, എടുക്കുന്ന വ്യക്തി, ആ ഒരു സിറ്റുവേഷൻ, അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികളല്ല. നമുക്ക് ഒരു പരിധി വരെ ഇതിനെ ഒഴിവാക്കാൻ പറ്റുക എന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അവർ തമ്മിലുള്ള ആ ഒരു കുറച്ച് ടൈം എടുത്തിട്ടുള്ള ഒരു മനസ്സിലാക്കലൊക്കെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തറിയാമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഈ പറയുന്ന സിറ്റുവേഷൻ കണ്ടിട്ടാണല്ലോ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. എൻ്റെ അമ്മ വീട്ടുകാർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചിട്ട് ഒരു ചെങ്ങായിനെ വിവാഹം കഴിച്ചു. എൻ്റെ അച്ഛൻ നൈസാണ്, കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കുടുംബജീവിതത്തിൽ ഭയങ്കര ഫെയിലറാണ്. അപ്പോൾ അദ്ദേഹം വളരെ നല്ല ബേഷായിട്ട് ഗാർഹിക പീഡനമൊക്കെ നടത്തും, വീടൊന്നും കാര്യമായിട്ട് നോക്കില്ല. അപ്പം അമ്മയ്ക്ക് ഞങ്ങളെ വളർത്തണം, ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സാധിച്ചു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മയുടെ വീട്ടുകാരെന്ന് പറയുന്ന ഈ വന്ന സ്ത്രീയുടെ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ അടിമ ഉടമ മനോഭാവമാണല്ലോ. ഈ കെട്ടിച്ചു വിട്ടെടുത്തെ അവരുടെ വീട്ടുകാർ അനുവാദം കൊടുക്കണം, അല്ലെങ്കിൽ ആർക്കാണോ കെട്ടിച്ചു കൊടുത്ത അയാൾ അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് പല കാര്യങ്ങളും ഇടപെടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്തൊരു ട്രോമ ബോണ്ടിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടിമ ഉടമ മനോഭാവം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വീട്ടുകാരോടൊന്നും കൂടുതൽ കാര്യം പറയാതിരിക്കാനായിട്ടും ഈ വിവാഹത്തിന് ശേഷം സ്ത്രീകൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെ കുറേ കാലം ഇങ്ങനെ വീട്ടുകാരുടെ അനുഗ്രഹം വാങ്ങിച്ച് കല്യാണം കഴിച്ച ആളാണ്. അപ്പം കുറേ കാലം ഇങ്ങനെ അനുഭവിച്ചു, നല്ല ഗാർഹിക പീഡനങ്ങൾ കാര്യങ്ങൾ മടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കഷ്ടപ്പാട്, ദാരിദ്ര്യം, മക്കളെയൊക്കെ ഞങ്ങളെയൊക്കെ വളർത്തി ഒരു പണിയൊക്കെ ആക്കിയപ്പോഴത്തേന് പണി ആവുന്നതിന് മുമ്പ് തന്നെ നടുവൊടിഞ്ഞ് കിടപ്പായി. അപ്പോഴത്തേന് ക്യാൻസറും കൂടെ വന്നു. എന്നിട്ട് മക്കളൊക്കെ ഒരു നല്ല നിലയിലെത്തി, ഞാനൊക്കെ ഒരു നല്ല നിലയിലെത്തി ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അനുഭവിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാർ മരിച്ചു പോയി. വല്ല കാര്യമുണ്ടോ? ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പരലോകം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. മക്കളുടെ കൂടെ കൊതിതീരെ ജീവിക്കാൻ പോലും പറ്റിയില്ല വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ.
പ്രണയിക്കാതെ മത ആചാരപ്രകാരം വിവാഹം കഴിച്ച ഒരു വ്യക്തിക്ക് ഇനിയിപ്പോൾ കർമ്മ ഇസ് എ ബൂമറാങ് ആണെന്നുണ്ടെങ്കിൽ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ എത്രയായി, അമ്മയ്ക്ക് അസുഖം വന്നിട്ട് എത്ര വർഷങ്ങളായി, ഇപ്പം അമ്മ വിവാഹം കഴിച്ച് ഇപ്പം ഞങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പേഴ്സണലി ഉണ്ടോ? ഇല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് ജീവിക്കുന്നുണ്ട്. അതിനകത്തൊന്നും നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യം, ഓരോ മനുഷ്യന്മാർക്കും കിട്ടുന്ന പേഴ്സണൽ ഇതല്ലേ. അപ്പോൾ ഭംഗിയായിട്ട് ജീവിക്കുന്നു. നമ്മുടെ ഇവിടെയുള്ള സ്ഥിര സംസ്കാര തീറുകളൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വെണ്ണീറായി പോവേണ്ട ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് വല്ലവർക്കും ആർക്കെങ്കിലും എഫക്ട് ചെയ്തോ? ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാരാണോ ഡിസിഷൻ എടുക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അവിടെ ഉണ്ടാകുന്ന പാളിച്ചകൾ, അതിപ്പോൾ പ്രേമവിവാഹമാണ് എന്നുണ്ടെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നുണ്ടെങ്കിലും പാളിപ്പോവും. അവിടെ പങ്കാളികൾ തമ്മിലാണ് എപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളോട് ഇറങ്ങിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഒരാൾ നശിച്ചൊന്നും പോകാനായിട്ട് പോകുന്നില്ല. പിന്നെ ആത്മഹത്യ ചെയ്ത്, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഡിസിഷൻ. അങ്ങനെ മരിക്കണമെന്ന് അവർക്ക് തോന്നി അവർ മരിച്ച്. മനോഭാവം മറ്റേ എക്സ്ട്രീം ആണല്ലോ. അപ്പം മോളെ അനുഭവിപ്പിക്കണം. മോളെങ്ങനെ അനുഭവിക്കും? മോൾ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ സൊസൈറ്റി വർക്ക് ചെയ്യണം. സൊസൈറ്റി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചുറ്റിലും നിന്നിട്ട് ആൾക്കാർ ഇങ്ങനെ പറയണം, നീ നിന്റെ അമ്മയും അച്ഛനും കൊന്നോളല്ലേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ടോക്സിക് പേരൻറ്റിങ്ങിൻ്റെ ഒക്കെ ഇരയാണ് എന്നുണ്ടെങ്കിൽ അത് മറന്നിട്ട് സുഖമായിട്ട് ജീവിക്കും. അതിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അച്ഛനും അമ്മയും ആത്മഹത്യ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തെക്കുറിച്ചിട്ട് നമുക്കിവിടെ ഡീൽ ചെയ്യാനായിട്ട് സമയമില്ല. പിന്നെയാണ് സ്വയം ആത്മഹത്യ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ വൈകാരികമായിട്ട് സമീപിക്കാൻ പോകുന്നത്. ഈ പഴഞ്ചൊല്ലൊക്കെ മാറ്റേണ്ട സമയമായി. ഓടും മലയാളി, ചാടും മലയാളി, പ്രേമം കണ്ടാൽ തൂങ്ങും മലയാളി എന്നുള്ള രീതിയിലേക്ക് ആക്കേണ്ടി വരും. ആരുടെ പ്രേമം കണ്ടാലും തൂങ്ങും. സ്വയം ഒരു പ്രണയത്തിൽ വന്നിട്ട് ലവ് ഫെയിലർ ആയി കഴിഞ്ഞാൽ തൂങ്ങും, വിഷം അടിക്കും. സ്വയം ഒരു പ്രണയത്തിൽ വന്നിട്ട് ബ്രേക്കപ്പ് ആവാത്ത സിറ്റുവേഷനിൽ വിഷം കൊടുക്കും. അതേപോലെ തന്നെ മകൻ്റെ പ്രേമം കണ്ടു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തൂങ്ങും. മലയാളികളുടെ ഭയങ്കര വിറ്റാണ്. എന്തുവാടേ നിങ്ങൾക്ക് ഈ പ്രേമം കണ്ടു കഴിഞ്ഞാൽ ഇത്ര പ്രശ്നം? ഇതൊക്കെ ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. ഇനി നാട്ടുകാരുടെ വിദഗ്ധന്മാരുടെ ചില പ്രതികരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പിക്ചർ കിട്ടും. എല്ലാ പ്രതീക്ഷയോടും കൂടി വളർത്തിക്കൊണ്ടുവന്നതിന് ശേഷം മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തിന് അമ്മയ്ക്കും അച്ഛനും സമ്മതമില്ലായിരുന്നു. അവർ മോള് പോയ തൊട്ട് പിറവിന് തന്നെ അവർ കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക തന്നെ അധികമായി കഴിച്ചാണ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഒരു മോളെ അത്ര പ്രതീക്ഷയോടുകൂടി വളർത്തിയതാണ്. ഡിഗ്രിക്ക് ചേർന്ന മകളെ LLBക്ക് ചേർത്തത് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്. മോൾ അറിയപ്പെടുന്ന ഒരു മോളുടെ പേരിന്റെ ഫ്രണ്ടിൽ ഒന്നിലൊരു ഡോക്ടർ അല്ലെ അഡ്വക്കേറ്റ് എന്നുള്ളൊരു നെയിം വേണമെന്നുള്ള അർത്ഥത്തിലാണ് ആ അമ്മയുടെ ഇഷ്ടത്തിനാണ് ആ മകളെ വളർത്തിയത്. അത് മെയിനായിട്ട് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നിന്ന് തിരിയാനായിട്ട് വിടാത്ത ഫാമിലി സാഹചര്യമായിരിക്കും. ചില മാതാപിതാക്കളുണ്ട്, എൻ്റെ പൊന്നോ, അവരെ നമ്മൾ മറ്റേ സ്വർണം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി രൂപക്കൂട്ടി വെച്ചിട്ട് ആരാധിക്കേണ്ട ടീമുകളാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ഞങ്ങൾക്കോ പഠിക്കാൻ സാഹചര്യങ്ങളില്ലായിരുന്നു. പാടത്ത് ക്രിക്കറ്റ് കളി, കവലയിൽ ചീട്ട് കളി, അതിനിടയ്ക്ക് ചൂതാട്ടം, മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്ന അവസ്ഥകൾ. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല. എൻ്റെ മക്കളെയെങ്കിലും പഠിപ്പിച്ച് എനിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആക്കണം. അതുകൊണ്ട് ഞാൻ ഇന്നോട്ട് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി പോകണം. ചില തന്തേന്നുള്ളതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ ചുറ്റിനും നിന്നിട്ട് ഫോഴ്സ് ചെയ്ത് പിള്ളേരെ ഇങ്ങനെ എന്താ പറയുക, റോബോട്ടിനെ പോലെ പ്രോഗ്രാമൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്തോ ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. മകളുടെ പേരിൻ്റെ അറ്റത്ത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മകളാണ് തീരുമാനിക്കേണ്ടത്. ഡിഗ്രിക്ക് പോയ കുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് LLBക്ക് കൊണ്ട് ചേർത്തു എന്നൊക്കെ പറയുമ്പോൾ, അമ്മയുടെ ഇഷ്ടപ്രകാരമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് വലിയ കേമത്വമൊന്നും തോന്നുന്നില്ല. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും. ചില സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ചില വീട്ടുകാരുടെ കലാപാരമ്പര്യം അല്ലെങ്കിൽ അവരുടെ വളർന്ന സാഹചര്യം, അതിനൊക്കെ വിരുദ്ധമായിട്ട് ചില പേരൻസ് കുട്ടികളെ ആ ഒരു സാഹചര്യത്തിൽ വളർത്തിയിട്ട് പിന്നീട് പെട്ടെന്ന് പേരൻസ് ഇന്ന കരിയറൊക്കെ ചൂസ് ചെയ്യാനായിട്ട് പറയും. എന്നിട്ട് ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യും, ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യും. നിങ്ങൾ ചാവും, നീ എഞ്ചിനീയറിങ്ങിന് പോ. എന്തൊരു ക്രൂരതയാടൂ. ഈ കരിയർ എന്നൊക്കെ പറഞ്ഞാൽ ജീവിതാവസാനം തലയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിലൊക്കെ ഈ മാതാപിതാക്കൾ കൈ കടത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അതേപോലെ ഈ ഫോഴ്സിങ്ങിൻ്റെ ഇടയ്ക്ക് ഇവർ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുണ്ട്. പഠന വൈകല്യങ്ങൾ. ചില പിള്ളേർ പഠിക്കാത്തത് ഈ പഠന വൈകല്യങ്ങൾ കാരണമായിരിക്കും. അതിനൊന്നും അഡ്രസ്സ് ചെയ്തൊന്നുമില്ല. തല ഇടി കുറ്റം പറത്തിൽ നാട്ടുകാരുടെ അടുത്ത് പോയി കമ്പാരിസൺ പരിപാടികൾ ഇല്ലാത്ത പരിപാടിയില്ല. ഇനി ബാക്കി അവനവന്റെ ഇഷ്ടമാണ്. ഇപ്പൊ നാട്ടു നടപ്പാണ് അവരവർ ഇഷ്ടമുള്ളവരെ കെട്ടുക എന്നുള്ളത്. പക്ഷെ ഇത് ഒറ്റ മകളെ പറഞ്ഞ മാതിരി അവരുടെ പ്രതീക്ഷക്കെട്ട് അയക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടാവാം അവർ സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങാനുള്ള ഏറ്റവും വലിയ അഭിമാനികളായിരുന്നു അവർ. അതിന്റെ പേരിലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങേണ്ടി വന്നത്. അഭിമാനം വാനോളം കിടപ്പ് കുഴിയിലും എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. നാട്ടുകാരാരാണ്? സമൂഹം ആരാണ്? നമ്മുടെ പിള്ളേർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് അഭിമാനം കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരാണ് നാട്ടുകാരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്.
ഈ കൊച്ചിന് വലിയ പ്രായമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആൺസുഹൃത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ മടുത്തിട്ടായിരിക്കും ഇറങ്ങിപ്പോയത്. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തൊന്നുമില്ല. എന്നാലും ഞാൻ വേറെ ചില സാഹചര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യും. ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്, മടുത്തിട്ടാണ് പോയിരിക്കുക. ഇത് അറിഞ്ഞപ്പോൾ തന്നെ വൻ വിഷയം ഉണ്ടാക്കി കാണും. വൻ വിഷയം ഉണ്ടാക്കി പിന്നെ അതിൻ്റെ പുറകെ നടന്ന് മാക്സിമം, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ബന്ധമാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ചോദിക്കും നിങ്ങളിപ്പോൾ ഏതൊരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകണമെന്നാണോ നിങ്ങൾ പറയുക. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കേസാണെന്നുണ്ടെങ്കിൽ സമാധാനത്തിൽ ടൈം കൊടുത്ത് കാത്തിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അവൻ ഭയങ്കര കള്ളും കഞ്ചാവും അലമ്പുമാണ്, അവൻ ഒരു രക്ഷയില്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ടൈം കൊടുക്കുക. ടൈം കൊടുത്ത് കഴിയുമ്പോഴത്തേന് ബുദ്ധിയുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, കോമൺ സെൻസ് ഉള്ള മനുഷ്യനെയാണ് നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാവും. അപ്പം നിങ്ങൾ വളരെ നൈസായിട്ട് ഒരു സുഹൃത്തിനെ പോലെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ കൂട്ടുകാരോടൊക്കെ പറയത്തില്ലേ, എടീ അവൾ ഇത്തിരി വിഷയമാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സൗഹൃദത്തിൻ്റെ പേരിൽ അത് പിള്ളേർ വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. അപ്പം ഇതുപോലുള്ള ചില പറഞ്ഞു കൊടുക്കലുകളൊക്കെ കൊടുത്ത് കുറച്ച് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അയാൾ ഭയങ്കര മോശമാണെന്നുണ്ടെങ്കിൽ അവർ തീരുമാനിക്കും ഇതങ്ങനെയാണ്, അത് അറിഞ്ഞപ്പോൾ തന്നെ ആത്മാഭിമാനം പൊക്കണം, സമൂഹത്തെ ഉദ്ധരിക്കണം, ഭയങ്കര വിഷയമാക്കിയിട്ടുണ്ടാവും. ഇതാണ് സ്ഥിരം കേസിലൊക്കെ നടക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് എന്നെ അറിയാം. ഇപ്പോൾ ആ കൊച്ച് കുറേ കാലം നീറ് ജീവിക്കും. സൊസൈറ്റി വന്നിട്ട് അവരെ കൊല്ലാക്കൊല ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുക്കും. കഷ്ടം തന്നെ. തീർച്ചയായിട്ടും അത് അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല. അതിന്റെ പേരിൽ അവര് ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു, നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും മരിക്കുമെന്ന് പറഞ്ഞു. അത് മൈൻഡ് ചെയ്യാതാണ് അവർ ഇറങ്ങിപ്പോയത്. വിഷമം കൊണ്ടും അവർ കടിയും ചെയ്തു. അച്ഛനും അമ്മയും മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ കൊച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, മറ്റേ പേടി പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. സ്നേഹത്തിൻ്റെ കണക്ക് കൊണ്ടേ നമുക്ക് കാര്യമുള്ളൂ. സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ ഇപ്പം എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന സമയത്ത്, ഞാനൊക്കെ എങ്ങനെയാണ്, നമുക്കങ്ങനെ വീട്ടിൽ വലിയ പിടുത്തം പരിപാടിയൊന്നുമില്ല. എവിടെ പോയാലും കുഴപ്പമില്ല, ഒന്ന് വിളിച്ചു ചോദിക്കും അമ്മ ഇടയ്ക്ക്, അല്ലാതെ വേറെ ആരും കൺട്രോൾ ചെയ്യാനൊന്നുമില്ല. ഇങ്ങനെ കാലപറഞ്ഞ് നടക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാലും എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരാണല്ലോ, കേരളത്തിൻ്റെ ബാംഗ്ലൂർ എറണാകുളമാണല്ലോ. അപ്പം നമ്മൾക്ക് അവിടെ ഇഷ്ടംപോലെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പലപ്പോഴും പലതിലേക്കും പോവാതെ ഉത്തരവാദിത്തങ്ങളിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മളോട് കാണിക്കുന്ന ഒരു വിശ്വാസം, സ്നേഹം, നമ്മളെ വീട്, അവരുടെ പ്രതീക്ഷകളൊന്നുമില്ല. അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മുടെ സന്തോഷം എന്താണോ അവിടെ അവരവരുടെ പ്രതീക്ഷകൾ സെറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ഇതാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവരങ്ങനെ, അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് വീട്ടിലുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ നിരാശപ്പെടുത്തുകയല്ല നമ്മൾ. പ്രണയത്തെ പോലും വീട്ടിൽ വളരെ പക്വതയോടെയാണ് ഡീൽ ചെയ്തത്. അതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പം എനിക്ക് പ്രണയം തോന്നിയ ആളുടെ വീട്ടുകാരുടെ അപ്രോച്ച് കണ്ടപ്പോഴും എനിക്ക് തോന്നി എന്ത് പക്വതയോടെയാണ് പേരൻസ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. എല്ലാവരും ഈ യാഥാസ്ഥികരൊക്കെ തന്നെയാണെന്ന്, എല്ലാവരും ഈ മത ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ പേരൻറ്റിങ്ങിൻ്റെ രീതികൾ വ്യത്യാസമാണ്. അപ്പോൾ അവർ പിള്ളേരുടെ സന്തോഷമാണ്, പിന്നെ അവർ പറയും നിങ്ങളുടെ ഡിസിഷനാണ് എന്നുള്ളത് പറയും. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടെന്ന് ലോകത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ല നിങ്ങൾ പറയുന്ന പോലെ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന ആൾക്കാർ മാത്രമല്ല ലോകത്തെ മികച്ച പേരൻസ്. ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട്. അസുഖമില്ല, അവന് അസുഖമുണ്ട്, പക്ഷെ അതൊരു പ്രശ്നമേ അല്ല അവനെ സംബന്ധിച്ച്. 50 ലക്ഷം 35 ലക്ഷം രൂപ ഇത് മാറാൻ ആവാൻ പറഞ്ഞാൽ എന്റെ കുഞ്ഞ് ജീവിക്കേണ്ട പൈസയാണ് എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത്. അത്രയ്ക്ക് സ്നേഹം അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ രാവിലെ അവരെല്ലാം കൂടെ സന്തോഷമായിട്ട് പരിക്കാത്തിന് കാര്യം പറഞ്ഞു. വെള്ളിയാഴ്ച ഒരു 12 മണിയായപ്പോൾ പോയി കാണും, 2 മണിയായപ്പോൾ 2:30 ആയപ്പോഴാണ് ജീവിതത്തിൽ ഞാൻ ഒരു ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു, ആ കുഞ്ഞിനെ ഒരു നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കുക. വൈകാരികമാണ്, പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എന്നാലും ഞാൻ പറയുന്നത് യങ് കപ്പിൾസൊക്കെ വളരെ ആലോചിച്ചിട്ട് മാത്രമേ കുട്ടികളെന്ന് പറയുന്ന ഡിസിഷനിലേക്ക് എത്താവൂ കേട്ടോ. കാരണം നിങ്ങളെപ്പോലെയൊക്കെ തന്നെയുള്ള ജീവനുകളായിരിക്കും വരുന്നത്. അതുങ്ങൾക്ക് ഉണ്ടായിരിക്കും വികാരം, വിചാരം, പിടിവാശി, കുരുത്തക്കേട്, പ്രണയം, കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അവിടെ പോയി തൂങ്ങാനോ വിഷമടിക്കാനോ ഒക്കെ ആയിട്ടുള്ള പ്ലാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വലിയ വിലയൊന്നും ഇല്ലല്ലോ, ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് അത് നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള വേളകളിൽ ഉപയോഗിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ഈ പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ വ്യക്തികളാണ്, നമ്മളെപ്പോലെയൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്? വ്യക്തിത്വം രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളുടെ തീരുമാനം, നമ്മുടെ പൊളിറ്റിക്സ്, നമ്മളുടെ നിലപാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതാണ്. ഈ നിലപാടെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വ്യക്തിപരമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഒറ്റ ചിന്തകളാണ്. പോയത് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനാണെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. പോയപ്പോഴേ അവിടെ പഠിച്ചാൽ പറയുന്നത് സീനിയറാണെന്ന് പറയും. LLB ഒക്കെ പഠിച്ച പയ്യനല്ലേ, കേസില്ലെങ്കിൽ ഇപ്പം എന്നാ ആത്മഹത്യാക്കുറിപ്പുണ്ട്. ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത്? ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നു, ആരെയും ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നോ? ഞങ്ങളുടെ മരണം ചടങ്ങുകളിൽ ഉണ്ണിമായ എന്ന വ്യക്തിയെ പങ്കെടുപ്പിക്കുകയോ ഞങ്ങളുടെ മതിൽക്കെട്ടിനകത്ത് കയറ്റുകയോ ചെയ്യരുത്. ഓക്കെ,
ഇപ്പം ഇതൊക്കെ എന്തുവാണ്, ഇതൊക്കെ അതിവൈകാരികമായിട്ടൊന്നും സമീപിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നൊക്കെ ഉള്ള പിള്ളേരെ മാതാപിതാക്കളൊക്കെ സ്വയം ആലോചിക്കുക, എന്നിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. മക്കളൊക്കെ അവരുടെ പേരൻസിനെ കുറിച്ചിട്ട് ആലോചിക്കുക. അവരൊക്കെ ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ട് ജീവിതം പ്ലാൻ ചെയ്യുക. എന്ത് ചെയ്യാം, വിധി എന്നുള്ള രീതിയിൽ സമാധാനിക്കുക. വരും തലമുറയ്ക്കെങ്കിലും ദുരന്തം ഉണ്ടാക്കാത്ത പേരൻസായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ ആളുകളോട് എനിക്ക് പറയാനുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ലോകത്തിൻ്റെ എല്ലായിടത്തും ഇങ്ങനെ ദുരഭിമാനക്കൊലയൊന്നും ഇല്ലെന്നേ. അത്ര ദുരഭിമാനക്കൊലയും ഈ പ്രണയം കാണുമ്പം വൈകാരികമാവുകയും ചൂലെടുക്കുകയും വെകിളി പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഈ കടുത്ത സങ്കുചിത മനോഭാവം കാരണമാണ്. ഒന്നും പുറത്ത് പറയാൻ കൊള്ളത്തില്ലാത്ത പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ യങ് ജനറേഷൻ മാറണം. ഹോപ്പുണ്ട്. ഇവിടുന്ന് ഇഷ്ടം പോലെ പിള്ളേർ പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടല്ലോ. മറ്റുള്ള മനുഷ്യന്മാരെയൊക്കെ കാണുമ്പോഴത്തേന് കുറച്ചൊക്കെ മാറും. അയ്യോ, യൂറോപ്യൻ കൾച്ചർ ഇവിടെ വന്ന് നശിക്കും. എന്നാ നശിച്ചാലും കുഴപ്പമില്ല, തൂങ്ങത്തില്ലല്ലോ ആരും. കേരള സംസ്കാരം പോലെ തൂങ്ങിച്ചാവുക, പ്രാക്ക്, വിഷം കുട്ടിക്കൽ പരിപാടികളൊന്നും ഉണ്ടാവില്ലല്ലോ. വേറെ ഏത് വഴി വേണേലും നശിച്ചു പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ പോലെ എല്ലാ ദിവസവും മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ന്യൂസുകാരും നമ്മളെപ്പോലുള്ള കുറേയധികം ആളുകളും മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും വെറൈറ്റി ഉള്ള കണ്ടന്റ് വരട്ടെ. ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, കാരണം ഇതാണ് സംസാര വിഷയം. നമുക്കെന്തുവാണ്, നിങ്ങൾ മരിച്ചാലും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരോടാണ്. നിങ്ങൾ മരിച്ചാലും ആര് മരിച്ചാലും വാർത്തയാണ്. അത് ഇന്നത്തെ വാർത്ത, നാളെ എക്സ്പയർ ആവുന്ന ഒരു വീഡിയോ, അത്രേ ഉള്ളൂ. പോയവർക്ക് പോയി, നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്ക് പോയി. ആകെ കുറച്ച് കാലമുള്ളൂ. വല്ലവരും എടുത്ത ഡിസിഷൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കടന്ന കൈ തന്നെ അളിയാ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഫോഴ്സ്ഡ് ആവാറുണ്ട് ആത്മഹത്യ പ്രേരണ. അപ്പോൾ ആത്മഹത്യാ പ്രേരണയ്ക്കകത്ത് വേറെ രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുന്ന കാര്യമൊന്നും വരത്തില്ല. ഇപ്പം ഗാർഹിക പീഡനം അടുത്തിട്ട് ആത്മഹത്യ ചെയ്യുന്നത് പോലെയും, അല്ലെങ്കിൽ ഓഫീസിലെ പ്രഷർ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് പോലെയും, അല്ലെങ്കിൽ പീഡനം അങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് പോലെയൊന്നും അല്ല. മകൾ ഒരാളോട് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. ഇറങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത ഉണ്ടല്ലോ. നിങ്ങളുടെ വീടിന് ഇറങ്ങാനുള്ള പടി മാത്രമേ ഉള്ളൂ, തിരിച്ച് കയറാനുള്ള പടി ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്, ചില ആളുകൾക്ക് വേദനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യം കഴിക്കും പിന്നീടും മധുരിക്കും എന്നുള്ളതാണല്ലോ മുതിർന്നവർ പറഞ്ഞിരിക്കുന്നത്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അത് മൂത്തവരിൽ നിന്നിട്ട് കേട്ടിട്ട് ഇളയവർ പറഞ്ഞാലും കാര്യത്തിലേക്ക് എടുക്കാവുന്നതാണ്. നന്ദി.